ഇനി നിയമസഭയാണ്. ചോദ്യോത്തരവേളയാണ്. ചോദ്യങ്ങൾ ജി സുധാകരനോടാണ്. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനോട്. സാർ, എറണാകുളം പോലുള്ള സ്ഥലത്ത് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് റോഡ് ടാർ ചെയ്തതിന് ശേഷമാണ് വൻകിട കമ്പനികൾ, ടെലികോം കമ്പനികൾ, റിലയൻസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പുതിയ റോഡിൽ 7 കോടി രൂപ കൊടുത്ത് സെൻട്രൽ റോഡ് ഫണ്ട് ഉണ്ടാക്കിയ റോഡിൽ ആദ്യം കേബിൾ ഇട്ടതാണ്, അതിനുശേഷം വീണ്ടും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പേരിൽ വീണ്ടും കേബിൾ ഇടാൻ വരുന്നു. സാർ, ഇത്തരം പ്രവർത്തികൾക്ക് ഓർഡറുകൾ കൊടുക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണം. ഇത് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. കേബിൾ ഇടുന്ന കാര്യമാണ്, കേബിൾ ഇടണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് റിലയൻസിൻ്റെ അഹങ്കാരം വളരെ കൂടുതലാണ്. അഹങ്കാരത്തിന് ആശാന്മാരാണ് അവർ. ആരോടും നമ്മളോട് ചോദിച്ചിട്ടല്ല, രാത്രി കുഴിക്കുകയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുമ്പിൽ രാത്രി 11:30 മണിക്ക് റിലയൻസിൻ്റെ കൂലിക്കാർ കുഴിക്കുകയാണ്. റിലയൻസിൻ്റെ ഉദ്യോഗസ്ഥരില്ല, നമ്മുടെ എഞ്ചിനീയർമാരില്ല. ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി. അടുത്ത ദിവസം രാവിലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അവരെ ഇറക്കി വിട്ടു. അവരെ ഞാൻ സസ്പെൻഡ് ചെയ്തു, പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ റിലയൻസുകാർ 3 തവണ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളാരെ സസ്പെൻഡ് ചെയ്തു? ഞാൻ എക്സിക്യൂട്ടീവ് ഞാൻ സസ്പെൻഡ് ചെയ്തു. കാരണം മന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ രാവിലെ ഒന്ന് പിടിക്കുകയാണ്. അറിവില്ലാതെ ചെയ്തു പോയതാണ്, വേറെ കുഴപ്പക്കാരിയൊന്നുമല്ല. ഞാൻ റീഇൻസ്റ്റേറ്റ് ചെയ്തു. നിങ്ങളാരെ ഇന്ന് വരെ നിങ്ങൾ നടപടി എടുത്തില്ല. അപ്പോൾ ഇവർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥർ രാജിവെപ്പിച്ചാൽ കിട്ടും. ഇതൊന്നും നടക്കില്ല. തത്തുല്യമായ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണം. അതിനുശേഷം അനുവാദം തരാം. അതുകൊണ്ട് അനുവാദം നിഷേധിക്കുന്ന പ്രശ്നമില്ല. ശക്തമായ നിലപാടുണ്ട്. MLA-മാരും ജനപ്രതിനിധികൾക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള അധികാരമുണ്ട്. തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഈ ജിയോയ്ക്ക് വെളിയിലാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷേ അത് കുറവാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് റോഡ് പരിപാലിക്കും. ഇത് മന്ത്രി സഭയ്ക്കകത്ത് മാത്രമല്ല കേട്ടോ, പുറത്തും പറയാറുള്ളതാണ്. കേരളത്തിലെ റോഡുകൾ സംരക്ഷിക്കാൻ MLA-മാരും ഇടപെടണം എന്ന കാര്യം. പക്ഷേ ഒരൊറ്റ MLA-യും ഇടപെടാറില്ല, ചോദ്യം ചോദിക്കാറേ ഉള്ളൂ. കെ മുരളീധരൻ സാർ, ഈ ലക്ഷങ്ങൾ ചെലവിട്ട് ഒരു റോഡ് നവീകരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ റിലയൻസ് പോലത്തെ കമ്പനിക്കാരാണത് വെട്ടിപ്പൊളിക്കുന്നത്. അതായത് റോഡ് നിർമ്മിച്ച് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കുഴിക്കുക മാത്രമല്ല സാർ, കഴിയുന്നെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പും കൂടെ പൊട്ടിച്ചിട്ട് അവരുടെ പ്രവൃത്തി അവസാനിക്കുള്ളൂ. അവസാനം എല്ലാം കൂടെ മൂടിയിട്ടിട്ട് പോകും. അവസാനം റോഡും ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുക്കും. കാരണം ഏറ്റവും അധികം ഇത് രൂക്ഷമായിട്ടുള്ള തലസ്ഥാനത്താണ്. ഒരു റോഡ് പോലും ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച പോലും നിലനിൽക്കാത്ത രീതിയിലാണ് റിലയൻസ് കമ്പനിക്കാർ ഈ നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലായിടത്തും ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിക്ക് പറയാം, കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ടാണ് പല സ്ഥലത്തും ഈ റിലയൻസ് കമ്പനിക്കാർ പ്രവർത്തിക്കുന്നത്. അവർക്കെതിരായിട്ട് ഈ വിഷയങ്ങളിൽ കർശനമായിട്ടുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞില്ല നേരത്തെ. കർശനമായ നിലപാട് ഏറ്റവും കൂടുതൽ എടുത്തത് റിലയൻസിനെതിരായിട്ടാണ്. ഒരു ഘട്ടത്തിൽ റിലയൻസിൻ്റെ മുഴുവൻ പ്രവർത്തനവും 3 മാസത്തേക്ക് ഞാൻ ക്യാൻസൽ. അതാണ് സ്വരാജിൻ്റെ ഞാൻ ക്യാൻസൽ. 3 മാസം ഒന്നും നടന്നില്ല. പിന്നെ അവർ വന്നു, സൂരജ്. അപ്പോൾ അത് അല്ല, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഓർഡർ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ക്യാൻസൽ ചെയ്തതോടുകൂടി ഇവർക്ക് ചെയ്യാൻ പറ്റാതെ കേരളത്തിൽ ഒരു വർക്കും ഉണ്ടായി. പിന്നെ അവർ വന്നു, ഡൽഹിയിൽ നിന്ന് ആൾ വന്നു. അപ്പം ന്യായമായിട്ട് ഞാൻ അനുവാദം കൊടുത്തു. അതിനുശേഷം കണ്ണൂരുണ്ടായ കാര്യം ഞാൻ പറഞ്ഞു, അപ്പോഴും ചെയ്യുന്നുണ്ട്. ശക്തമായ നിലപാടാണ്. ഞാൻ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തുകയാണ്. ഒരു ചീഫ് സെക്രട്ടറിയാണ് ഇവരുടെ ഏജൻറ്റ്, ഒരു റിട്ടയർഡ് ചീഫ് സെക്രട്ടറി. ചെയ്യാമോ? ആരുമാവട്ടെ, ഈ നാട്ടിലെ പൈസക്കാരെ എച്ചിത്തരത്തെ പറ്റി ഞാൻ പറയുകയാണ്. ഒരു റിലയൻസിൻ്റെ 10 പൈസ കിട്ടാൻ വേണ്ടി ഒരു റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി എൻ്റെ അടുത്തൊന്ന് വാദിക്കാൻ മതി. ഞാൻ മേലാലൻ്റെ ഓഫീസിൽ കയറിയൊക്കെ നിന്നു. ഡൽഹിയിൽ നിന്ന് വന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇയാളെയും കൊണ്ട് നടന്നാൽ നിങ്ങൾ പൊളിയുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അയാൾ വന്നില്ല. സാർ, നമ്മുടെ നാട്ടിൽ പണത്തിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിട്ടയർഡ് ചീഫ് സെക്രട്ടറി പോകാൻ പാടില്ല. ഞാൻ പറയുകയാണ്, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കാൻ ഇവരെയൊക്കെ കാണിച്ചിട്ട് ഈ ബലത്തിൽ ശക്തമായ നിലപാടാണ്. അതുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കത്തില്ലെന്നല്ല. പക്ഷേ തിരുവനന്തപുരത്ത് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ സുധാകരൻ സാറ് പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും? സുധാകരൻ സാറിൻ്റെ ഈ പ്രകടനം അഭിനയമൊന്നുമല്ല കേട്ടോ. സത്യമായും അദ്ദേഹം അഴിമതിക്കെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഭയിൽ എല്ലാവർക്കും അത് ബോധ്യം വന്നിട്ടുള്ളതുമാണ്. PC ജോർജ് സാർ, ഈ സഭയും കേരളത്തിലെ ജനങ്ങളും അങ്ങേ അഭിനന്ദിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നില്ല. കാരണം അങ്ങ് ഒരു അഹങ്കാരി ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ്, അല്ല ഞാനും അങ്ങേ അഭിനന്ദിച്ചേരി. സാറേ, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ പറഞ്ഞതിലൊരു അഭിനന്ദനുണ്ട്. അത് പറഞ്ഞോട്ടെ. കേട്ടില്ല. ആ പറഞ്ഞതിലൊരു അഭിനന്ദനുണ്ട്. ഉണ്ടെന്ന് അഭിനന്ദിക്കുകയാണ്. എല്ലാവരും അഭിനന്ദനം എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വേണ്ടെന്നേ ഉദ്ദേശിച്ചു. സാർ, സത്യത്തിൽ
സത്യത്തിൽ സാർ PWD ഇപ്പോൾ അദ്ദേഹം ഒരു ഈജൻ തൊഴുത്ത് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ജോലി അത്ര നിസാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. സാർ, ഇദ്ദേഹം വന്നതിന് ശേഷം ഈ ടെൻഡർ വന്നപ്പോൾ എസ്റ്റിമേറ്റ് കോസ്റ്റിൽ നിന്ന് 20%, 25%, 26% വരെ ബിലോയ്ക്ക് കോൺട്രാക്ടർമാർ വന്നു. ഇതിനു മുമ്പ് ഈ എസ്റ്റിമേറ്റിന് 15-16% എബുവാണ് കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ചപ്പോൾ എത്രയോ ക്രൂരതയാണ് നടന്നുകൊണ്ടിരുന്നത് ഈ രാജ്യം. സാർ, അങ്ങ് ഒരു ക്ഷമിക്കണം, 1996 സാർ ഒരു പാട്ട മെറ്റൽ, അതായത് 2.5 ക്യൂബിക്കടി മെറ്റലിന് 3.5 രൂപയാണ്. ഒരൊറ്റ ഷെഡ്യൂൾ പുതുക്കൽ സാർ 1 ക്യൂബിക്കടി മെറ്റലിന് 16 രൂപയായി. എത്ര കോടി രൂപ വഞ്ചിച്ചു. അത് പാറമട ലോബിയോടും കോൺട്രാക്ടർമാരോടും ഉൾപ്പെടെ പണം വാങ്ങിക്കൊണ്ട് PWD നടന്ന വൃത്തികേടാണ് ചർച്ചയിൽ പറയാം. ചോദ്യത്തിലേക്ക് വരും സാർ. അതുകൊണ്ട് ഈ ഷെഡ്യൂൾ പുതുക്കൽ എന്ന നടപടി നിർത്തിവെക്കണം. അതുപോലെ തന്നെ അങ്ങ് ഷെഡ്യൂൾ പുതുക്കൽ നിയമം ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ടേ ചെയ്യാവൂ. അങ്ങ് അത് ചെയ്യുള്ളെന്നറിയാം. ചോദ്യം സാർ, റേറ്റിനെ പറ്റിയാണ് ചോദിച്ചത്. റേറ്റ് വളരെ വർദ്ധിക്കാനിടയായ ഒരു കാരണം, എല്ലാത്തിനുമുള്ള റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഒരു ക്ലാസ് മുറി പണിയാൻ 28 ലക്ഷം എടുത്ത ഒരു സംഭവം പത്രത്തിൽ വന്നു. അത് നിർത്തിവെപ്പിച്ചു. CT പരിശോധിച്ചപ്പോൾ അതുമാത്രമല്ല, വേറെയും കുഴപ്പമുണ്ട് അതിനകത്ത് എന്ന് കണ്ടുപിടിച്ചാൽ ആ നിർത്തിവെക്കണം എന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റേറ്റിനകത്തുള്ള പ്രശ്നം 2014 അന്നത്തെ PWD നേതൃത്വം ഡൽഹിയുടെ റേറ്റ് ഇവിടെ നടപ്പാക്കും. വല്ല കാര്യമുണ്ടോ? ഡൽഹിയുടെ റേറ്റായിപ്പോണ്ടിരിക്കുന്ന കേരളത്തിൽ, അതോടുകൂടി ഇതങ്ങ് കയറി. നമ്മുടെ നാടിൻ്റെ റേറ്റല്ല. അതുകൊണ്ട് കേരള റേറ്റ് മുമ്പുണ്ടായിരുന്ന പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിശോധിക്കുകയാണ്. റേറ്റിനകത്ത് കുഴപ്പമുണ്ട്, എസ്റ്റിമേറ്റിൽ കുഴപ്പമുണ്ട്, പിന്നെ റിവിഷനിൽ കുഴപ്പമുണ്ട്, സർവത്ര കുഴപ്പമായിരുന്നല്ലോ. അതിപ്പോൾ ഒരാളുടെ കുഴപ്പമല്ല, ഒരു സിസ്റ്റമായി. ആ സിസ്റ്റം നമ്മൾ സമയമെടുത്ത് തിരുത്തണം. വർക്കുകളൊന്നും സ്തംഭിക്കാൻ പാടില്ല, ആരും അനാവശ്യം അഴിമതിക്കാരെന്ന് പറയാൻ പാടില്ല. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നങ്ങളും ബോധപൂർവം സംഭവിക്കുന്ന നടപടി നമ്മളെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ ശക്തമായിട്ടുള്ള നിലപാടുകളും പൊതുജനങ്ങളുടെ ബോധവും ഉയർന്നു വന്നതിൻ്റെ ഫലമായി നമുക്കിത് 100% ഈ സിസ്റ്റത്തിൽ അഴിമതിയൊന്നും തടയാൻ ഒക്കത്തില്ല, എങ്കിലും പരമാവധി തടയാൻ കഴിയും. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിയും ഗവൺമെൻറ് എടുക്കുമെന്നാണ് പറയാനുള്ളത്. ഇതിനാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥിതിയിലെ അഴിമതി 100% ഇല്ലാതാക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം അതിനെതിരെ പോരാടുന്നുണ്ടല്ലോ. ജയിക്കുന്നത് മാത്രമല്ലല്ലോ പോരാട്ടം, തോൽക്കുന്നതും പോരാട്ടം തന്നെയാണ്. അത് നടക്കട്ടെ. അഭിവാദ്യങ്ങൾ. അതിനിടയിൽ ഒരു ഭാഷാ പ്രശ്നവും വന്നു ചാടി. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, എഞ്ചിനീയർമാർ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റുകളും വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും ഇംഗ്ലീഷിലായതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുപോലെ സാങ്കേതികമായിട്ടുള്ള പദങ്ങളും ഒക്കെ ഈ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് വിഘാതമായി നിൽക്കുകയാണ്. സാധാരണയുള്ള എല്ലാ ഭരണ നടപടികളും മാതൃഭാഷയിലാണോ എന്ന് തീരുമാനമുണ്ട്. പൂർണ്ണമായിട്ടായിട്ടില്ല. ശക്തമായ നിലപാട് ഈ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഷ മലയാളത്തിലാക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരോട് ചർച്ച ചെയ്യുക. സാങ്കേതിക പദങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പിന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് സാങ്കേതിക പദങ്ങൾ പൂർണ്ണമായിട്ടും അത് ആ വകുപ്പിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ സാങ്കേതികമാണ്. അത് പ്രൊഫഷണലാണ്. നല്ലതാണ്. അത് മലയാളത്തിലാക്കാം എന്നതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. അവരോട് ചർച്ച ചെയ്യാം. ദീർഘകാലമായിട്ട് ഇംഗ്ലീഷ് എഴുതി ശീലിച്ചു പോയി. ദീർഘകാലമായി ഇംഗ്ലീഷിൽ എഴുതി ശീലിച്ചത് മന്ത്രിയല്ല കേട്ടോ, ഉദ്യോഗസ്ഥരാണ്. മന്ത്രി ദീർഘകാലമായി ഇംഗ്ലീഷിനെതിരെ പൊരുതി ശീലിച്ചയാളാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മലയാള ഭാഷയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ആ മലയാള ഭാഷയുടെ മാഹാത്മ്യം ഈ പറയുന്ന എല്ലാ സുകുമാര കലകളിലെയും ഭാഷ ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് പദം പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നിയമസഭയിൽ പോലും പല മന്ത്രിമാർക്കും 5 മിനിറ്റ് സംസാരിക്കണം, 5 മിനിറ്റ് ഇംഗ്ലീഷാണ് പറയുന്നത്. മുടി ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ഒറ്റയാളെന്ന് കേരളത്തിൽ ജീവിച്ചിട്ടില്ല. മംഗ്ലീഷാണ് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാണ് 5 വർഷം BA കേരളത്തിൽ. എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ പറയുന്നത് ഇംഗ്ലീഷാണ്, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്ന നന്നായിട്ട്. നല്ല ഇംഗ്ലീഷ് എഴുതാം. അത് ശരി, ഉദ്യോഗസ്ഥർ മാത്രമല്ല മന്ത്രിയും നല്ല പോലെ ഇംഗ്ലീഷ് എഴുതുമത്രേ. അങ്ങനെയാണെങ്കിൽ ഭരണഭാഷ അടുത്തൊന്നും മലയാളത്തിലാവാൻ വഴിയില്ല. അതിനാൽ ഇനി ഇവിടെ നിൽക്കുന്നില്ല. നന്ദി, നമസ്കാരം.
Thank you.